أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരമാവധി പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ ആവിർഭാവ കാലഘട്ടം മുതൽ ഇന്നോളം വരെയും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പച്ചയായ സത്യം നമുക്കും അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ അത് സ്വദേശത്താകട്ടെ വിദേശത്താകട്ടെ എന്തെങ്കിലും പുതിയ ഒരു ഇഷ്യൂ വരുമ്പോൾ അത് പ്രത്യേകിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ വളരെ ആവേശപൂർവം അതിലിടപെടുകയും ഇസ്ലാം വിരുദ്ധർ പരമാവധി അത് ഉപയോഗപ്പെടുത്തുകയും സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റുമൊക്കെ വല്ലാതെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് നാം കാണുകയാണ്. കുറച്ചു ദിവസമായി നമ്മുടെ നാട്ടിലെ ചർച്ച യമനിലെ സൻആ, യമനിന്റെ തലസ്ഥാനമാണ് സൻആ. അവിടുത്തെ ജയിലിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്ന ഒരു നഴ്സുമായി ബന്ധപ്പെട്ട ചർച്ച. ആവുന്നിടത്തോളം ആളുകൾ അറിഞ്ഞും അറിയാതെയും പല വിധത്തിലുമുള്ള ചർച്ചകൾക്ക് അത് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ വധശിക്ഷയുമായുള്ള വിഷയം അതിന് ഇസ്ലാം അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ അതിന് നൽകുന്ന പേര് ഖിസാസ്, പ്രതിക്രിയ എന്നാണ്. എന്താണ് ഇസ്ലാമിൻ്റെ പ്രതിക്രിയ അല്ലെങ്കിൽ ഈ വധശിക്ഷ? ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരു അവബോധം ഉണ്ടാക്കുക എന്നത് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. വധശിക്ഷ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്. ലോകത്ത് നമ്മൾ അത് വിശകലനം ചെയ്താൽ ഭൂരിപക്ഷം രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റിനെതിരാണ്. ഓരോരുത്തരോടും ഇങ്ങനെ ചോദിച്ചു നോക്കിയാൽ ഓരോ രാജ്യവും ഇത്തരത്തിലുള്ള വധശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ എതിര് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത് മനുഷ്യത്വത്തിന് യോജിച്ചതല്ല, ഒരു മാനുഷികമായ പരിഗണനയില്ലാത്ത ഒരു നടപടിയാണ്, നിയമമാണ്. മാത്രമല്ല ഇതൊരു കാടത്തമാണ്, ഇസ്ലാമിൻ്റെ കാടത്ത നിയമമാണ് എന്നൊക്കെ
പ്രചണ്ഡമായി പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഇസ്ലാം എന്തു പറയുന്നു? പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്ത് കാഴ്ചപ്പാടാണ് സമർപ്പിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മളൊക്കെ അറിയേണ്ടതുണ്ട്. ഇസ്ലാമിക ശരീഅത്തിനെ വിമർശിക്കാൻ ആർക്കും സാധിക്കും. ഇസ്ലാമിക ശരീഅത്തിനെ കൊച്ചാക്കി കാണിക്കാനും അതിലെ നിയമങ്ങളെ ഇകഴ്ത്തി കാണിക്കാനുമൊക്കെ ആളുകൾ എക്കാലവും ശ്രമിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ശരീഅത്തിലെ ഒരു സുപ്രധാന നിയമമാണ് ഈ പ്രതിക്രിയ അല്ലെങ്കിൽ വധശിക്ഷ അല്ലെങ്കിൽ ഖിസാസ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇസ്ലാം ഖിസാസ് നിശ്ചയിച്ചിട്ടുള്ളത്? പരിശുദ്ധ ഖുർആൻ കാര്യം എടുത്തുദ്ധരിക്കുന്നുണ്ട്. സൂറത്ത് ബഖറയിലെ 179-ാം സൂക്തം, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യരെ, ബുദ്ധിയുള്ള ജനങ്ങളെ, നിങ്ങൾക്ക് ഈ പ്രതിക്രിയയിൽ ഇങ്ങനെ വധശിക്ഷ നടപ്പാക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഹയാത്തുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾക്ക് ജീവിതമുണ്ട്. അത് ബുദ്ധിയുള്ള മനുഷ്യരോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടിയാണിത്. എന്താണ് ജീവിതം എന്ന് പറയുന്നത്? ഇത്തരത്തിലുള്ളൊരു വധശിക്ഷ നടപ്പാക്കുന്നതിനോടുകൂടി ആ സൊസൈറ്റിയിൽ, ആ സമൂഹത്തിൽ ഒരു പേടിയുണ്ടാകും, ഒരു ഭയപ്പാട് രൂപപ്പെടും. അങ്ങനെ നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായ, ഇത് നടപ്പാക്കപ്പെടുന്ന നാട്ടിൽ സ്വസ്ഥമായ ഒരു അന്തരീക്ഷം സംജാതമാകും എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, ഇത്തരത്തിലുള്ള പ്രതിക്രിയ നടത്തുന്നത് മുഖേന നിങ്ങൾക്കൊരു ജീവിതമാണ് ഉണ്ടാകുന്നത്. ഇത് പല നിലക്കും ഗുണം ചെയ്യും എന്ന് ഇസ്ലാം പറയുന്നതോടൊപ്പം നമ്മൾ അറിയേണ്ട ഒരു വസ്തുത, അനർഹമായി അനാവശ്യമായി മനുഷ്യനെ എന്നല്ല, ഒരു ജീവിയുടെ ജീവൻ പോലും എടുക്കാൻ പാടില്ലെന്ന് പറയുന്ന ഏക മതം അത് ഇസ്ലാമാണ് എന്ന് കൂടി നമ്മൾ അറിയണം. പ്രതിക്രിയ പറയുന്നതോടൊപ്പം തന്നെ അനാവശ്യമായി ഒരു വിധത്തിലുമുള്ള പ്രയാസപ്പെടുത്തൽ പോലും പാടില്ലെന്ന് പഠിപ്പിച്ച മതം. വലാ തഖ്തുലു അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അനാവശ്യമായി, ആവശ്യമില്ലാതെ, അനർഹമായി ഒരാളെയും വധിക്കാൻ പാടില്ല. ഒരു ജീവനെപ്പോലും, ഏത് ജീവനുള്ള ഒരു ജീവിയെപ്പോലും ഒരു കാരണവശാലും നിങ്ങൾ കൊല്ലരുതെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. വഴിക്ക് കുറച്ച് കുട്ടികൾ അവിടെ ഇരുന്ന് ഒരു പക്ഷിയെ കണ്ട് ആ പക്ഷിയുടെ നേരെ സൂത്രം വെച്ച് ആ പക്ഷിയെ അമ്പെയ്തുകൊണ്ട് ആ പക്ഷിയെ വീഴ്ത്താൻ ശ്രമിച്ച കുട്ടികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരുത്, ഇത് പാടില്ല, ഇങ്ങനെ ചെയ്യരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ കൃത്യമായ ഒരു നിലപാട് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് തന്നെയാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലാഹു തആല വളരെ കൃത്യമായ നിരീക്ഷണത്തിലൂടെയാണ് മനുഷ്യൻ ജീവനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഗർഭാശയത്തിൽ അല്ലാഹു തആല നിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു, അങ്ങനെ അതിന് മുഖേന ജീവൻ എപ്പോഴാണോ ആ മാംസപിണ്ഡത്തിന്, മാംസകഷ്ണത്തിന് എപ്പോഴാണോ ജീവൻ വെക്കുന്നത്, അതിനുശേഷം പിന്നെ ഗർഭചിത്രം വരുത്തൽ ഹറാമാണെന്ന് പഠിപ്പിച്ച മതം അത് ഇസ്ലാം. അവിടെയാണ് നമ്മൾ ഇസ്ലാമിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്, ഇസ്ലാമിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് അവിടെയാണ്. അപ്പൊ ജീവനുള്ള ഒന്നിനെയും കൊല്ലാൻ
അത് ഗർഭത്തിൽ വെച്ചാണെങ്കിൽ പോലും പുറത്താണെങ്കിൽ പോലും അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രസംഗമുണ്ട്. ഹജ്ജത്തുൽ വിദായിൽ വെച്ച് ചെയ്ത മുഹമ്മദ് നബിയുടെ പ്രസംഗം ആർക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത് കാണാൻ സാധിക്കുന്നതാ. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ആ പ്രസംഗം നമുക്ക് വളരെ കൃത്യമായി കേൾക്കാൻ സാധിക്കും. അവിടെ എന്താണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്? ജീവനും സ്വത്തിനും ഈ പരിശുദ്ധമായ ഹറമിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടോ, ഈ പരിശുദ്ധമായ ഈ മാസത്തിന്, ദുൽഹജ്ജ് എന്ന് പറയുന്ന മാസത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടോ, അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതും മഹത്വവൽക്കരിക്കപ്പെടേണ്ടതുമാണ് ജീവനും സ്വത്തും. അതുകൊണ്ട് തന്നെ ജീവൻ ഇത്രമാത്രം പ്രാധാന്യം നൽകിയ ഒരു മതം ഇസ്ലാമിനെ പോലെ വേറെയൊന്നുമില്ല എന്നറിയാൻ നമ്മൾക്ക് കഴിയണം. സൂചിപ്പിച്ചു വരുന്നത് ജീവൻ അതിനു മാത്രം പ്രാധാന്യം, അങ്ങേയറ്റത്തെ പ്രാധാന്യമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. ഖത്ലുൻ നഫ്സ്, മനുഷ്യവധം എന്ന് പറയുന്നത് അത് സബഉൽ മുബിഖാത്തിൽപ്പെട്ടതാണ്. ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപങ്ങളിൽ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒന്നാണ് ഖത്ലുൻ നഫ്സ് എന്ന് പറയുന്നത്. സൂറത്ത് നിസായിലെ 92-ാം സൂക്തം നമുക്ക് വായിക്കാം. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള്. കാരണമുള്ള സാഹചര്യത്തിൽ ഒരാള് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഫിത്നയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഫസാദ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവനെതിരെ നമുക്ക് നടപടിയെടുക്കാം. അവനെ കൊല്ലേണ്ടി വന്നാൽ അവനെ കൊല്ലാം. എന്നാൽ കുഴപ്പമോ ഫസാദോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ അകാരണമായിട്ട് ഒരു കാരണവുമില്ലാതെ ഒരാളെയും വധിക്കാൻ പാടില്ല. അങ്ങനെ വധം നടത്തുകയാണെങ്കിൽ ഒരാളെ വധിച്ചാൽ അന്നമാ ഖതലന്നാസ് ജമീഅ, ഇന്നാട്ടിലെ മുഴുവൻ ആളുകളെയും കൊന്നതിന് തുല്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അതേപോലെ തന്നെ വമൻ അഹിയാഹാ, ഒരാൾക്ക് ജീവിതം നൽകുകയാണെങ്കിൽ കഅന്നമാ അഹിയന്നാസ ജമീഅ, ഇന്നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ജീവിതം നൽകിയവരെ പോലെയാണ് എന്ന് പഠിപ്പിച്ച ഖുർആൻ. ഇവിടെ നമ്മൾ അറിയണം, ഒരാളെയും അകാരണമായി ദ്രോഹിക്കുക പോയി, കൊല്ലൽ പോയിട്ട് ദ്രോഹിക്കാൻ പോലും പാടില്ല എന്ന് വളരെ കൃത്യമായി സമൂഹത്തെ പഠിപ്പിച്ച, ഈ ലോകത്തെ പഠിപ്പിച്ച ഏക ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. എന്നിട്ട് ഇസ്ലാം നടത്തുന്ന പ്രതിക്രിയയിൽ അല്ലെങ്കിൽ ഖിസാസിന്റെ രംഗത്തെത്തുമ്പോ ഇസ്ലാം മോശമാകുന്നു, ഇസ്ലാമിന്റെ നിയമം കാടത്തമാകുന്നു, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിലെ പ്രതിക്രിയയെ കുറിച്ച് എന്താണ് ഇസ്ലാം പറയുന്നത്? വധശിക്ഷ നടപ്പാക്കുന്ന രാഷ്ട്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമം, ഇസ്ലാമിക നിയമം നടപ്പാക്കുമ്പോൾ അത് വെറുതെ അങ്ങ് നടപ്പാക്കുന്നതാണോ? എന്താണ് ഈ വിഷയത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുൽ ഖിസാസ്, നിങ്ങളുടെ മേൽ പ്രതിക്രിയ, വധശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെന്റ് നിങ്ങൾക്കിതാ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഫിൽ ഖത്ല, വധത്തിന്റെ കാര്യത്തിൽ. വെറുതെയല്ല, അകാരണമായി അതിക്രൂരമായി ഒരാളെ കൊന്നാൽ ഇസ്ലാമിന്റെ വിധി എന്ന് പറയുന്നത് കൊന്നവനെ കൊല്ലണമെന്നതാ. അത് അൽ ഹുർറു ബിൽ ഹുർറ്, ഒരു സ്വതന്ത്രൻ മറ്റൊരാളെ സ്വതന്ത്രനെ കൊന്നുവെങ്കിൽ അവനെ തന്നെ പിടിച്ചു കൊല്ലണമെന്ന് ഇസ്ലാം. അൽ അബ്ദു ബിൽ അബ്ദ്, ഒരു അടിമയാണെങ്കിൽ ആ അടിമയെ തന്നെയാണ് കൊല്ലേണ്ടത്. വൽ ഉൻസാ ബിൽ ഉൻസാ, ഒരു പെണ്ണാണ് വധം നടത്തിയെങ്കിൽ ആ പെണ്ണിനെ തന്നെ കൊല്ലണം, വധിക്കണം എന്ന് ഇസ്ലാമിന്റെ കൽപ്പനയുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോ ആ രാജ്യത്ത്, ആ നാട്ടിലുണ്ടായിരുന്ന ഒരു നിയമമുണ്ട്. അന്നും വധശിക്ഷയുണ്ട്. പക്ഷേ അന്ന് പാവങ്ങളായ ആളുകൾ ഒരാളെ കൊന്നാൽ നേരെ അതുപോലെ തന്നെ തിരിച്ചു കൊല്ലുന്നതിന് പകരം മകനെ കൊന്നാൽ ബാപ്പയെ കൊല്ലുന്നു, സ്ത്രീയെ കൊന്നാൽ ആ സ്ത്രീയുടെ ഭർത്താവിനെ കൊല്ലുന്നു. ഇങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധ ഇസ്ലാം വന്നതോടുകൂടി ആരാണോ കൊന്നത് അവനെ തന്നെ പിടിച്ചു കൊല്ലണം. അൽ അബ്ദു ബിൽ അബ്ദ് വൽ ഹുർറു ബിൽ ഹുർറ് വൽ ഉൻസാ ബിൽ ഉൻസാ എന്ന വളരെ കൃത്യമായ നിലപാട് ഇസ്ലാം ഈ വിഷയത്തിൽ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത്,
അങ്ങനെ വെറുതെ പിടിച്ചു കൊല്ലുമോ? അങ്ങനെ വധശിക്ഷ വെറുതെ നടപ്പാക്കുമോ? ഒരിക്കലും നടപ്പാക്കുകയില്ല. കൃത്യമായി തെളിയിക്കപ്പെട്ടാൽ മാത്രം അതിസൂക്ഷ്മമായി നിരീക്ഷണം നടത്തി സകലവിധ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ നടപ്പാക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ വധശിക്ഷ പ്രഖ്യാപിച്ചാൽ നമ്മുടെ നാട്ടിൽ ആ വധശിക്ഷയിൽ നിന്ന് വധശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തിയെ രക്ഷപ്പെടുത്താൻ നമ്മുടെ നാടിന്റെ പ്രസിഡന്റിന് സാധിക്കും. ഇന്ത്യയുടെ പ്രസിഡന്റിന് മാത്രമേ അതിന് അധികാരമുള്ളൂ. പ്രസിഡന്റ് വിചാരിച്ചാൽ ആ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ ഇസ്ലാമിക ശരീഅത്തിൽ അങ്ങനെയല്ല. ഇസ്ലാമിക ശരീഅത്തിൽ ഗവൺമെന്റ് ഇതെല്ലാം സൂക്ഷ്മ പരിശോധന നടത്തി ഒരു വിധി പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നെ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് സാധ്യമല്ല, ആ കോടതിക്ക് സാധ്യമല്ല. പിന്നെ ആർക്ക് സാധിക്കും? ആരെയാണോ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ കുടുംബത്തിനോട് ഒരു ദയാഹർജി മുഖേന എന്തെങ്കിലും ദണ്ഡം കൊടുത്തോ, ഇസ്ലാമിക നിയമമനുസരിച്ച് ദിയ കൊടുത്തിട്ടോ അതിൽ നിന്നൊരു പക്ഷേ മോക്ഷം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയ്ക്ക് വേണ്ടി ശ്രമിക്കാം. ആ ശ്രമം നമ്മുടെ രാജ്യത്ത് വിദേശത്ത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ ശ്രമം നടത്താറുണ്ട്. അങ്ങനെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ ഒരാൾക്കും ഗവൺമെന്റിന് സാധ്യമല്ല, ഭരണം നടപ്പാക്കിയ ആൾക്ക് സാധ്യമല്ല. ഇസ്ലാമിക ശരീഅത്തിൽ അതിന് സാധ്യമല്ല. നമ്മുടെ രാജ്യത്തെ ഒരു നിയമം മറ്റൊന്നാണ്, എന്നാൽ ഇസ്ലാമിക ശരീഅത്ത് അതൊരു മറ്റൊരു നിയമമാണ്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇസ്ലാം നൽകുന്ന ഒരേ ഒരു ഓപ്ഷൻ. ആ ഓപ്ഷന് വേണ്ടി ആർക്കും ശ്രമിക്കാം. ഖുർആനക്കാരെ എടുത്തു പറഞ്ഞത് ഏതെങ്കിലും വിധേനെ ആ സഹോദരൻ വധിക്കപ്പെട്ട ആരാണോ വധിക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ കുടുംബവുമായി സംസാരിച്ച് ഏതെങ്കിലും നിലയ്ക്കൊരു വിട്ടുവീഴ്ച കിട്ടിയാൽ ആ വിട്ടുവീഴ്ച അത് അത് ദിയ കൊടുത്തിട്ടാണെങ്കിൽ, പണം കൊടുത്തിട്ടാണെങ്കിൽ, നഷ്ടപരിഹാരം കൊടുത്തിട്ട് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ശ്രമം നടത്താം. ആ ശ്രമം ഇസ്ലാം എതിർക്കുന്നില്ല. അത്തരത്തിലുള്ള ശ്രമം ഏത് ഭാഗത്തു നിന്ന് വന്നാലും അത് അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരാനുകൂല്യമാണ്. അങ്ങനെ ശ്രമം നടത്താം, ഒരു പ്രശ്നവുമില്ല. ഇത് ഇസ്ലാമിന്റെ വളരെ കൃത്യമായ ഒരു നിലപാട്. ഇനി ഈ നിലപാട് നമ്മുടെ മനസ്സിൽ വെക്കണം. ഇപ്പോ നമ്മുടെ നാട്ടിൽ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, നമ്മുടെ കേരളത്തിലെ ഒരു നഴ്സ് യമനിൽ ജോലിക്ക് പോയടത്ത് നിന്ന് അവിടെ നടത്തിയ അതിക്രൂരമായ ഒരു കൊലപാതകം, അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകം. നമ്മൾ അങ്ങനെയാണ് ആ വിഷയത്തെ സംബന്ധിച്ച് കാണേണ്ടത്. വളരെ കൃത്യമായി ഇത് നമ്മൾ മെനഞ്ഞുണ്ടാക്കുന്ന വിഷയമല്ല. അവര് തന്നെ പറഞ്ഞത് വളരെ സത്യമായി ലോകത്തിന് കൃത്യമായി പറഞ്ഞു കൊടുത്ത വിഷയമാണ്. പിന്നെയോ ആർക്ക് വേണമെങ്കിലും ആ കുടുംബത്തെ സമീപിക്കാം, ഒരു പ്രശ്നവുമില്ല. ആർക്ക് വേണമെങ്കിലും സമീപിക്കാം. എന്നിട്ട് ഏതെങ്കിലും നിലക്കൊരു വിട്ടുവീഴ്ച കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. ആ വിട്ടുവീഴ്ച കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. മാപ്പിന് വേണ്ടി ആരെയും സമീപിക്കാം. അനുവദിച്ചു കിട്ടിയാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. അതിനൊരു ഇസ്ലാം ആ വിഷയത്തിൽ ചില പ്രോത്സാഹനമൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിഷയം നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നതോടൊപ്പം മറ്റൊരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ഇല്ലേ? നമ്മുടെ പൊതുബോധം ഇവിടെ നിൽക്കുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ പറഞ്ഞു തരുന്നതിനനുസരിച്ച് നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നു. ഇത് വിദേശത്ത് നടന്ന ഒരു കൊലപാതകമാണല്ലോ. ആ ഒരു കൊലപാതകത്തിന്റെ വിഷയത്തിൽ ഈ നാട്ടിലെ മനുഷ്യരുടെ പൊതുബോധം എന്ന് പറയുന്ന ഒന്നില്ലേ? എന്താണ് ഈ പൊതുബോധം? അത് വിദേശത്ത് വെച്ചാകുമ്പോ മറ്റൊരു രീതിയിൽ അല്ലെ? നാട്ടിലാകുമ്പോ ഒരു രീതി, വിദേശത്താകുമ്പോ ഒരു രീതി. വിദേശത്ത് ഇത്രയും പറയപ്പെട്ടതുപോലെയാണെങ്കിൽ ആ തലാൽ എന്ന് പറയുന്ന മനുഷ്യനെ അനസ്തേഷ്യ കൊടുത്ത്
ബോധരഹിതനാക്കി കൊല ചെയ്തു എന്ന് മാത്രമല്ല, നമ്പർ 1. നമ്പർ 2, കഷ്ണങ്ങളാക്കി 110 എന്ന് പറഞ്ഞാലും അത് എത്ര കഷ്ണങ്ങളാണെങ്കിലും ശരി അത്രയും കഷ്ണമാക്കി എന്നത് അതിഭയാനകമായ ഒരവസ്ഥയല്ലേ? അതിനേക്കാളും വലിയ തെറ്റല്ലേ? നമ്പർ 2. നമ്പർ 3, ഇതെല്ലാം ഒരു ബാഗിൽ നിക്ഷേപിച്ച് ആളുകൾ കുടിക്കുന്ന വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന് പറയുന്ന മൂന്നാമത്തെ വൻകുറ്റം അല്ലേ? ഇതൊരു ചെറിയ വിഷയമാണോ? നമ്മൾ ഏത് നിലക്കാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? സമൂഹത്തിന്റെ ഒരു ബോധമില്ല ഈ വിഷയത്തിൽ. ഇത്രമാത്രം അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയല്ലേ ഈ വിഷയത്തിലുള്ളത്? നീതി കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ പൊതുബോധമില്ലേ? ഈ ഒരു കേസ് മാത്രമാണോ നമ്മുടെ നാട്ടിലുണ്ടായത്? അബ്ദുറഹീമിന്റെ കേസ് എന്തായിരുന്നു? 34 കോടി രൂപയാണ്. 34 കോടി രൂപയാണ് കേരളത്തിലെ ജനങ്ങൾ പിരിച്ചത്. സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകൾ ദിയ കൊടുക്കാൻ വേണ്ടി പിരിച്ചെടുത്ത കാശ് 34 കോടിയാണ്. നിമിഷപ്രിയയിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണോ അബ്ദുറഹീമിൻ്റെതുണ്ടായത്? വളരെ പച്ചയായി കോടതിയിൽ സമ്മതിച്ചില്ലേ? ആ ഹാൻഡിക്യാപ്ഡായ ആ ബാലനെ അത് അദ്ദേഹത്തിൽ ആ കുട്ടിയിൽ ഘടിപ്പിച്ചിട്ടുള്ള എല്ലാം അത് വിച്ഛേദിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കുമെന്ന് അറിയാം. എന്തിനാണ് ഇങ്ങനെ ക്രൂരമായ നടപടികൾ ചെയ്യുന്നത്? എന്തിനാണ് ഇത്രമാത്രം ക്രൂരത കാണിക്കുന്നത്? ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തെല്ലാം വ്യവസ്ഥകൾ നമ്മുടെ രാജ്യത്തുണ്ട്. എവിടെയെല്ലാം സമീപിക്കാം. എല്ലാം വിട്ടൊഴിഞ്ഞ് അവനവന്റെ നാട്ടിലേക്ക് പോയി കൂടെ? എന്തിനാണ് ഇത്തരം ക്രൂരമായ നടപടികൾ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഒരു പൊതുബോധം ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ധാരണ നമ്മൾക്കുണ്ടാകണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാ. തീർന്നില്ല. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ. അഫ്വാൻ മുതൽ ഇന്ന് ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി ഉൾപ്പെടെ അല്ലേ? നമ്മുടെ മനസ്സിൽ നിന്നും കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ വധക്കേസ്, അതാണ് ഗോവിന്ദച്ചാമി ഇന്ന് ജയിൽ ചാടി വീണ്ടും ഇന്ന് 6 മണിക്കൂറിനുള്ളിൽ ഇന്ന് പിടിക്കപ്പെട്ടു അല്ലേ? അഫ്വാൻ മുതൽ ഗോവിന്ദച്ചാമി വരെയുള്ളവർ ജയിലിൽ കഴിയുകയാ. ആയിക്കോട്ടെ, ഇവര് വിദേശത്താണെങ്കിലോ? നമ്മൾ അങ്ങനെ ചിന്തിക്ക്. ഈ പറയപ്പെടുന്ന ആളുകൾ ആര്? അഫ്വാനാകട്ടെ, ജോളിയാകട്ടെ, ഷാബാസ് ഷെരീഫാകട്ടെ, അത് കഴിഞ്ഞ് ഗോവിന്ദച്ചാമി ആകട്ടെ, ആരുമാകട്ടെ, ഇവരെങ്ങാനും വിദേശത്താണെങ്കിൽ നമ്മൾ പിരിവെടുക്കാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ പൊതുബോധം. അപ്പം പറയും മനുഷ്യത്വമില്ലാത്ത അല്ലേ? ഇങ്ങനെയല്ലേ? ഇതാണ് വിദേശത്താകുമ്പോൾ ഒരു നടപടി, നാട്ടിൽ ചെയ്യുമ്പോൾ മറ്റൊരു നടപടി. ഇങ്ങനെ നമ്മുടെ നീതിബോധം എന്ന് പറയുന്നത് അതിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചിന്തിക്കാൻ വേണ്ടിയാണ്, വളരെ കൃത്യമായ ആലോചനകൾക്ക് വേണ്ടിയാണ് ചില സൂചനകൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇസ്ലാമികമായ കോടതി, ഇസ്ലാമിക ശരീഅത്ത് ഒരു വിധി നടപ്പാക്കുമ്പോ അതിന്റെ എല്ലാ ഭാഗവും വളരെ കൃത്യമായി സസൂക്ഷ്മം പരിശോധിച്ചതിന് ശേഷം മാത്രമേ വിധി പറയുകയുള്ളൂ എന്ന് നമ്മൾ അറിയണം. അതേപോലെ തന്നെ നമ്മൾക്കുള്ള ഒരു ബോധം, നമ്മൾ ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു അവബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ ചാനലുകളുടെ പിന്നാലെ നീന്തുക, ഇതാണ് നമ്മളെ പണി. ചാനലുകൾക്ക് അനുകൂലമായി നീന്തുന്നതിന് പകരം ഒഴുക്കിനെതിരായി നീന്താൻ പഠിക്കണം. അതാണ് ഒരു മുസ്ലിം. അവന് കൃത്യമായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. മുഅ്മിൻ അവനൊരു ഐഡന്റിറ്റി ഉണ്ട്. അവൻ ഖുർആൻ പഠിക്കണം. ഇസ്ലാമിലെ ഇത്തരം വ്യവസ്ഥകളെ കുറിച്ച്, ഇത്തരം നിയമങ്ങളെ കുറിച്ച് അത് കാടത്തമാണെന്ന് പറയുമ്പോ മുഖത്ത് നോക്കി പറയാൻ കഴിയണം നമ്മൾക്ക്. ഇസ്ലാമിൽ ഖിസാസ് ഉണ്ടെങ്കിൽ, പ്രതിക്രിയയുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായ നിലപാടുകളോടെ ആയിരിക്കും എന്ന് പറയാൻ കഴിയുന്നിടത്തേക്ക് നമ്മൾ മാറി വരണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ആരെയും കൊല്ലണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആക്രമണം ചെയ്യണം എന്നോ അത്തരത്തിലുള്ള ഒരു ആക്രമണ മനോഭാവം ഉണ്ടാകണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ അബദ്ധത്തിൽ സംഭവിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ അതുകൂടി നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ്. ഓരോ ദിവസവും നമ്മൾ ഓരോ മിനിറ്റുകളിലും നമ്മുടെ രാജ്യത്ത് എന്തുമാത്രം വാഹനാപകടങ്ങളും മരണങ്ങളുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനഃപൂർവ്വമായി നമ്മളൊരാളെയും കൊല്ലുന്നതല്ല. അബദ്ധത്തിൽ ഇത്തരത്തിൽ സംഭവിച്ചാൽ നമ്മുടെ നിലപാട് എന്തായിരിക്കണം, നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാട് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. വമൻ ഖതല മുഅ്മിനൻ ഖതഅ, അബദ്ധത്തിൽ അങ്ങനെ സംഭവിക്കുന്ന ഒരു സന്ദർഭം, ഒരു മരണമുണ്ടായാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്നത്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിച്ചാൽ വാഹനത്തിന് ഇൻഷുറൻസ് ആകും. ഇൻഷുറൻസ് കമ്പനി ഇടപെടും. താൽക്കാലികമായുള്ള ആവശ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? ഇൻഷുർ ചെയ്യും. ആവട്ടെ, അതിനെതിരല്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ രാജ്യത്തിന്റെ നമ്മളുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഈ രാജ്യത്തിന്റെ ഒരു വ്യവസ്ഥിതിയാണ്. അത് അതിൻ്റെതായ വഴിക്ക് പോകണം. ഇസ്ലാം അവിടെ പറയുന്ന ഒരു കാര്യം, അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ അതിൻ്റെ പുറമെ ഈ ഇൻഷുറൻസോ അതുമായിട്ടുള്ള കാര്യങ്ങൾക്കോ പുറമെ നമ്മൾ ചെയ്യേണ്ടതൊന്ന് തഹ്രീറു റഖബ, ഒരടിമയെ മോചിപ്പിക്കണം എന്നാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരു അടിമയെ മോചിപ്പിക്കാൻ കഴിയോ? അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലല്ലോ. അടിമ സമ്പ്രദായം ഇല്ല. ഓക്കെ, ഫമൻ ലം യജിദ്, അതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. ആരെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടോ? അബദ്ധത്തിൽ അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട്, എത്ര മരണം സംഭവിക്കുന്നുണ്ട്. നമ്മളൊക്കെ പേടിക്കുന്നില്ലേ വാഹനം ഓടിക്കുമ്പോ? അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കും, ഭൗതികമായ മറ്റു വിഷയങ്ങളൊക്കെ നടക്കും. പക്ഷെ നമ്മൾ സ്വയം രക്ഷപ്പെടണ്ടേ? അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ രക്ഷപ്പെടണ്ടേ? അത് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ഒന്ന് തഹ്രീറു റഖബ, അടിമയെ മോചിപ്പിക്കലാണ്. സാധ്യമല്ല എങ്കിൽ ഫമൻ യജിദ് ഫസിയാമു ശഹ്റൈനി മുതതാബിഐനി തൗബതൻ മിനല്ലാഹ്, അള്ളാഹുവിനോടുള്ള പശ്ചാത്താപം എന്ന നിലയിൽ നമ്മൾ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം എന്നതാണ്. വകാന അല്ലാഹു അലീമൻ ഹകീമ, അള്ളാഹു വളരെ കൃത്യമായി കാര്യങ്ങൾ അറിയുന്നുണ്ട്, യുക്തിമാനാണ്. ഈ വിഷയം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിനിടയിൽ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഒരു മുസ്ലിം ചെയ്യേണ്ട കാര്യങ്ങൾ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഓരോ വിഷയത്തെ സംബന്ധിച്ചും സാന്ദർഭികമായി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യാൻ നമ്മളൊക്കെ തയ്യാറാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകൾ, കുറ്റങ്ങൾ സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അള്ളാഹു തആല അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുണ്ട്, വീടുകളിലും ആശുപത്രികളിലും. അവരുടെയൊക്കെ രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ നിയമവും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും കൃത്യമായി മനസ്സിലാക്കുകയും അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.